എല്ലാ സോഷ്യൽ മീഡിയയിലും മോദിയെ മൈലുകളോളം പിന്നിലാക്കി കുതിക്കുകയാണ് രാഹുൽ ഗാന്ധി. കഴിഞ്ഞ 14 ദിവസങ്ങളിൽ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിൽ ഉണ്ടാക്കിയ മുന്നേറ്റം സംഘിക്കൂട്ടങ്ങളുടെ ഉറക്കം കെടുത്തും. അതും ചെറിയ രീതിയിലുള്ള മുന്നേറ്റം അല്ല. രാഹുൽ ഗാന്ധിക്ക് നരേന്ദ്രമോദിയുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രധാന സോഷ്യൽ മീഡിയകളിൽ എല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇത് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം എന്നീ പ്രധാനപ്പെട്ട എല്ലാ സോഷ്യൽ മീഡിയകളിലും രാഹുലിന് ഉണ്ടായ വലിയ മുന്നേറ്റമാണ്. ഇതിന്റെ വിവരങ്ങൾ നമുക്ക് വ്യക്തമായി കാണാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതെ, ഇവർ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് യുവജനതയാണ് എന്നുള്ളത്. മോദിയുടെ മുന്നേറ്റം തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയുള്ള ഫേക്ക് പ്രചാരണങ്ങളിലൂടെ ആയിരുന്നു എന്നുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ മോദിയുടെ തനി സ്വരൂപം രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായിരിക്കുകയാണ്. എന്നിരുന്നാലും വർഗീയത തലയ്ക്ക് പിടിച്ച തലച്ചോറ് ലെവലേശമില്ലാത്ത കുറച്ച് ആളുകൾ ഇപ്പോഴും സത്യം അറിയാമെങ്കിലും മോദിയോടുള്ള കൂറ് വിട്ടിട്ടില്ല. പരമാവധി 15-നും 20-നും ശതമാനത്തിനിടയ്ക്ക് വോട്ടുകൾ മാത്രമേ മോദിക്ക് ഇന്ത്യയിലുള്ളൂ എന്നുള്ളത് വസ്തുതയാണ്. ബാക്കിയുള്ളതെല്ലാം ഇലക്ഷൻ കമ്മീഷന്റെ സഹായത്തോടെ വോട്ടർ പട്ടികയിൽ വലിയ അട്ടിമറി നടത്തി മാത്രമാണ് ഇവർ നേടുന്നത്. നിഷ്പക്ഷമായി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ നടന്നാൽ മോദിയുടെ ക്രിമിനൽ ക്ലാനായ BJP എന്ന് പറയുന്ന കൂട്ടത്തിന് പരമാവധി 100 സീറ്റുകൾ ലഭിച്ചുവെങ്കിൽ ഭാഗ്യമെന്നേ പറയാനുള്ളൂ. അവരുടെ യഥാർത്ഥ ജനപിന്തുണ അനുസരിച്ച് 50 സീറ്റുകളിൽ കൂടുതൽ ലഭിക്കാനുള്ള യാതൊരു സാധ്യതയുമില്ല. എന്നാൽ ജനങ്ങൾ വോട്ട് ചെയ്തല്ല ഇവർ വിജയിക്കുന്നത്. ഏറ്റവും കൂടുതൽ യുവജനങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാം ആണ്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു വ്യക്തി വളരെ പോപ്പുലർ ആണെങ്കിൽ അത് തെളിയിക്കുന്നത് ഇന്ത്യയിലെ വിദ്യാർത്ഥികളുടെ ഇടയിലും യുവജനങ്ങളുടെ ഇടയിലും ഏറ്റവും ജനപിന്തുണ ആ വ്യക്തിക്ക് തന്നെയാണ് എന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ 14 ദിവസങ്ങളായി രാഹുൽ ഗാന്ധിക്ക് ലഭിച്ച വ്യൂസ് 601 മില്യൺ, അതായത് 60 കോടിയിലധികം വ്യൂസ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത്. മോദിക്കാകട്ടെ അതിന്റെ പകുതിയോളം മാത്രമേ ലഭിച്ചുള്ളൂ. 350 മില്യൺ, അതായത് 35 കോടി വ്യൂസ് മാത്രം. അതിലും അതിശയകരമായ കാര്യം രാഹുൽ ഗാന്ധിക്ക് ഈ കാലയളവിൽ 13 ലക്ഷം പുതിയ ഫോളോവേഴ്സിനെ ഇൻസ്റ്റാഗ്രാമിൽ ലഭിച്ചപ്പോൾ മോദിക്ക് ലഭിച്ചതാകട്ടെ വെറും 2.2 ലക്ഷം പുതിയ ഫോളോവേഴ്സിനെ മാത്രമാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ ഫോളോവേഴ്സിന്റെ എണ്ണം കുത്തനെ കുതിച്ചുയരുകയാണ്. മോദിക്ക് ലഭിച്ചതിന്റെ 6 ഇരട്ടി കൂടുതൽ ഫോളോവേഴ്സ് ആണ് രാഹുൽ ഗാന്ധിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ ചെറിയ കാലയളവിൽ ലഭിച്ചത്. ഇനി ഫേസ്ബുക്കിലെ കാര്യം നോക്കാം. രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് 348 മില്യൺ, അതായത് ഏതാണ്ട് 35 കോടിയോളം വീഡിയോ വ്യൂസ് ആണ്. മോദിക്കാവട്ടെ വെറും 72 മില്യൺ, അതായത് 7.2 കോടി മാത്രം വ്യൂസ് ആണ് ഫേസ്ബുക്കിൽ ലഭിച്ചത്. മോദിക്ക് ഫേസ്ബുക്കിൽ ലഭിച്ചതിന് 5 ഇരട്ടി വ്യൂസ് ആണ് രാഹുൽ ഗാന്ധിക്ക് ഈ കാലയളവിൽ ഫേസ്ബുക്കിൽ ലഭിച്ചത്. ഇനി പുതുതായി ലഭിച്ച ഫോളോവേഴ്സ് രാഹുൽ ഗാന്ധിക്ക് 6 ലക്ഷം പുതിയ ഫേസ്ബുക്ക് ഫോളോവേഴ്സിനെ ലഭിച്ചപ്പോൾ മോദിക്ക് ലഭിച്ചത് 1.8 ലക്ഷം പുതിയ ഫേസ്ബുക്ക് ഫോളോവേഴ്സിനെ മാത്രമാണ്. അതായത് മോദിക്ക് ലഭിച്ചതിന്റെ 3 ഇരട്ടിയിലധികം ഫോളോവേഴ്സ് ആണ് രാഹുൽ ഗാന്ധിക്ക് ഈ കാലയളവിൽ ഫേസ്ബുക്കിൽ ലഭിച്ചത്. ഓർക്കണം, ഫേസ്ബുക്കും ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് യുവജനതയാണ് എന്ന്. അപ്പോൾ യുവജനങ്ങൾ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും മോദിയുടെ 3 ഇരട്ടി മുതൽ 6 ഇരട്ടി വരെ കുതിപ്പാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇനി യൂട്യൂബിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കാം. ഈ കാലയളവിൽ രാഹുൽ ഗാന്ധിക്ക് യൂട്യൂബിൽ ലഭിച്ചത് 124 മില്യൺ വീഡിയോ വ്യൂസ് ആണ്. മോദിക്കാകട്ടെ വെറും 76 മില്യൺ മാത്രം. അതായത് രാഹുൽ ഗാന്ധിക്ക് 12.4 കോടി വ്യൂസ് ലഭിച്ചപ്പോൾ മോദിക്ക് വെറും 7.6 കോടി മാത്രം യൂട്യൂബിൽ. ഇനി പുതിയ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് 3.7 ലക്ഷം പുതിയ സബ്സ്ക്രൈബേഴ്സ് ഈ കാലയളവിൽ ലഭിച്ചപ്പോൾ മോദിക്ക് ലഭിച്ചത് വെറും 2.1 ലക്ഷം പുതിയ സബ്സ്ക്രൈബേഴ്സിനെ മാത്രമാണ്. അതായത് രാഹുൽ ഗാന്ധിക്ക് യൂട്യൂബിൽ മോദിയേക്കാൾ 1.5 ഇരട്ടിയിലധികം വ്യൂസ് ലഭിക്കുകയും ഏതാണ്ട് മോദിയേക്കാൾ 2 ഇരട്ടിയോളം കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ലഭിക്കുകയും ചെയ്തു. യൂട്യൂബ് കൂടുതലും മധ്യവയസ്കരായ ആളുകളാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സീനിയർ ആളുകളുടെ ഇടയിലും യൂട്യൂബ് വളരെ പോപ്പുലർ ആണ്. യുവാക്കളും യൂട്യൂബിൽ കാഴ്ചക്കാരായി ഉണ്ടെങ്കിലും ബഹുഭൂരിപക്ഷവും മധ്യവയസ്കരും സീനിയർ സിറ്റിസൺസുമാണ്. അങ്ങനെ വരുമ്പോൾ
യുവാക്കളുടെ സോഷ്യൽ മീഡിയകൾ ആയ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും മാത്രമല്ല, മധ്യവയസ്കരും സീനിയർ സിറ്റിസൺസും കൂടുതലായി ഉപയോഗിക്കുന്ന യൂട്യൂബിലും രാഹുൽ ഗാന്ധി കുതിച്ചു മുന്നേറുകയാണ് എന്ന് ഇത് വ്യക്തമാക്കുകയാണ്. ഇന്ത്യയിലെ യുവജനങ്ങളുടെ ഇടയിൽ മതവിദ്വേഷത്തിന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് ഇത് വ്യക്തമാക്കുകയാണ്. ഓർക്കണം, രാഹുൽ ഗാന്ധിയുടെയും മോദിയുടെയും സോഷ്യൽ മീഡിയകളിലുള്ള ബഹുഭൂരിപക്ഷം വീഡിയോകളും ഹിന്ദിയിലുള്ളതാണ് എന്ന്. അങ്ങനെ വരുമ്പോൾ ഹിന്ദിയിലും വിദ്യാഭ്യാസമുള്ള കുട്ടികളുടെയും യുവജനങ്ങളുടെയും ഇടയിൽ മാത്രമല്ല, മുതിർന്ന ആളുകളുടെ ഇടയിലും രാഹുൽ ഗാന്ധിക്കാണ് ഏറ്റവും വലിയ പോപ്പുലാരിറ്റി എന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മോദിക്ക് പിന്തുണക്കാരായി ഉള്ളത് തലയിൽ ആൾതാമസമില്ലാത്ത, കുന്നിക്കുരുവിന്റെ അത്രമാത്രം വലിപ്പമുള്ള തലച്ചോറുള്ള, മതവിദ്വേഷം മനസ്സിൽ വിഷം ആയി നിറഞ്ഞു നിൽക്കുന്ന ഏതാനും മന്ദഭക്തർ മാത്രമേ ഉള്ളൂ. വിദ്യാഭ്യാസവും വിവേകവും മനുഷ്യത്വവും തൊട്ടു തീണ്ടാത്ത ഏതാനും പേർ. ഇത് രാജ്യത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് എന്ന് പറയാതെ വയ്യ. ഇതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ വ്യൂസും BJPയേക്കാൾ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് കുതിക്കുകയാണ് എന്നുള്ളതാണ്. അതിന്റെ വിശദമായ വിവരങ്ങളുമായി നാളെ ഒരു വീഡിയോ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതും കാത്തിരുന്ന് കാണാൻ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.